ഓൾറൈറ്റ്. സോ ഗുഡ് മോർണിംഗ് നെക്സ്റ്റ് നമുക്ക് ഇനി നോക്കാനുള്ളത് നമ്മളപ്പോൾ എന്തൊക്കെ നോക്കി ഒരുവിധം ക്രിസ്മസിൻ്റെ ടോപ്പിക്കും കാര്യങ്ങളും ചാപ്റ്റേഴ്സ് എല്ലാം നോക്കിയായിരുന്നു അല്ലേ? ഏതൊക്കെ അതിൽ വരുന്നത്? അതിൽ മാഗ്നറ്റിസം വരുന്നുണ്ട്. പിന്നെന്താണ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് വരുന്നുണ്ട്. അത് നോക്കി. മാഗ്നറ്റിസം നോക്കി. ആൻഡ് അപ് ത്രസ്റ്റ് ആ ഒരു ചാപ്റ്റർ നോക്കി. മറ്റേ എനർജിയുടെ ആ ഒരു ചാപ്റ്ററിൽ ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് എല്ലാം നോക്കി. നമുക്ക് ഒരെണ്ണം നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല, സൗണ്ട്. അതിൽ ആക്ച്വലി മാഗ്നറ്റിസം കുറച്ചേ ഉള്ളെങ്കിലും മാഗ്നറ്റിസം കംപ്ലീറ്റ് ചാപ്റ്റർ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. സോ ഇനി നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് സൗണ്ട് എന്ന ചാപ്റ്ററാണ്. ഓക്കെ, സോ സൗണ്ടിൽ നമുക്ക് എന്തൊക്കെ നോക്കാം. ഓക്കെ, സോ സൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് എവിടെയൊക്കെയാണ് സൗണ്ടുകൾ കേൾക്കുന്നത്? സോ ഗോ ത്രൂ ദ എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ ചുറ്റും നമ്മുടെ നേച്ചറിൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും പലതരം സൗണ്ടാണ്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നു, എൻ്റെ സൗണ്ട്, എൻ്റെ സംസാരം എന്ത് ചെയ്യുന്നു? എസ്റ്റൽ കേൾക്കുകയാണ്. ആ ലാപ്ടോപ്പിലൂടെ ഫ്രണ്ടിലെ ലാപ്പാണ് എന്നുണ്ടെങ്കിൽ ആ ലാപ്പിലൂടെ എസ്റ്റൽ ആ സൗണ്ട് കേൾക്കുകയാണ്. ശരിയല്ലേ? സോ അത് എന്താണ്? എൻ്റെ ഈ ശബ്ദം അതൊരു സൗണ്ടാണ്. ഓക്കെ, വേറെ എന്താണ്? നമുക്ക് ചുറ്റും നോക്കിയാൽ തണ്ടർ, ഇടിമിന്നൽ ഒരു സൗണ്ടല്ലേ? ലൗഡ് സൗണ്ടല്ലേ? വേറെ സൗണ്ടിന് എക്സാമ്പിൾ എന്താ? ഹോൺ, കാറുകളും വണ്ടികളും ഒക്കെ ഹോൺ അടിക്കുന്നു. ആൾക്കാർ ബഹളം വെക്കുന്നു. ഓക്കെ, ഹ്യൂമൻ വോയിസസ്. പിന്നെ വേറെ എന്ത് പറയാം? സ്കൂളിൽ ആൾക്കാർ ബെല്ലടിക്കുന്നു. സ്കൂൾ ബെല്ല് അത് സൗണ്ടും കാര്യങ്ങളുമാണ്. പിന്നെ വേറെ എന്താണ്? ഇപ്പം സ്കൂളിൽ പോയാൽ അത് തന്നെ ആലോചിച്ചാൽ മതി. ആദ്യം ബസ് ഹോൺ അടിക്കും, പിന്നെ ഉള്ളിൽ കയറും, മേളിൽ ചെല്ലും, അസംബ്ലിയിൽ സ്പീക്കറിൽ നിന്നും ഭയങ്കര സൗണ്ട് കേൾക്കും അസംബ്ലി ടൈമിൽ. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ ചെല്ലും, ചിലപ്പോൾ ഡോറൊക്കെ തുറക്കുമ്പോൾ അല്ലേ? ഓപ്പണിംഗ് ഡോർ തുറക്കുമ്പോൾ സൗണ്ട് വരും. ആ ചെയർ അങ്ങോട്ട് പിടിച്ചിടുന്ന സമയത്ത്, ഓക്കെ, ആ ഒരു ടൈമിൽ ചെയറിൻ്റെ ഒരു സൗണ്ട്, ചെയറിൻ്റെയും ടേബിളിൻ്റെയും ഒക്കെ ഒരു സൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇരുന്നിട്ട് ബുക്ക് എടുത്തിട്ട് ടേബിളിലോട്ട് വെക്കുമ്പം അപ്പോൾ ബുക്സ് ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ പേപ്പറുകൾ ബുക്കിൻ്റെ തുറക്കുമ്പോൾ സൗണ്ടാണ്. ടീച്ചർ വന്ന് സംസാരിക്കുന്നു, സൗണ്ടാണ്. കറക്റ്റ് അല്ല പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ ബഹളം വെച്ച് കഴിയുമ്പം ചൂരൽ വെച്ച് ടീച്ചർ ടേബിൾ ഇങ്ങനെ അടിക്കത്തില്ലേ, സൈലൻസ് എന്നും പറഞ്ഞ്, അത് ഒരു സൗണ്ടാണ്. സോ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓരോ സൗണ്ട്. ഏറ്റവും വീണ്ടും അവസാനം ജനഗണമന അവിടെ കേൾക്കുമെന്ന് അറിയില്ല, അതും കേട്ടിട്ട് നാഷണൽ ആന്തവും കേട്ടിട്ട് വീണ്ടും നാഷണൽ ആന്തവും സ്പീക്കറിൽ കേട്ടിട്ട് നമ്മൾ തിരിച്ചു പോകും. സോ ഒരു ദിവസം എടുത്താൽ തന്നെ പല സ്ഥലങ്ങളിലാണ് നമ്മൾ സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ശരിയല്ലേ? സോ ഇതൊക്കെയാണ് സൗണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആക്ച്വലി സൗണ്ട് എന്ന് വെച്ചാൽ? സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ sound is the form of energy. Sound is the form of energy which gives us the sensation of hearing in our ears. സോ നമ്മുടെ ചെവിയിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ആ കേൾക്കുന്ന ആ ഒരു സെൻസേഷനെയാണ് എന്തെന്ന് പറയുന്നത്? സൗണ്ട് എന്ന് പറയുന്നത്. ഒരു ഈച്ച അല്ലെങ്കിൽ ഒരു കൊതു ഇങ്ങനെ മൂളി നമ്മുടെ ചെവിയിൽ അടുത്ത് കൂടെ പോവുക, പെട്ടെന്ന് നമ്മുടെ ചെവി എന്ത് ചെയ്യും? അത് സെൻസ് ചെയ്യും ആ ഒരു സൗണ്ടിനെ. സോ ആ സെൻസ് ചെയ്യുന്ന, തിരിച്ചറിയുന്ന ആ ഒരു സെൻസേഷനെയാണ് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ടച്ച് എന്ന് വെച്ചാൽ എന്താ? നമ്മളെ ഫീലിംഗ് ആണ്. നമ്മുടെ ദേഹത്ത് ആരെങ്കിലും തൊടുന്നു, അല്ലെങ്കിൽ നമ്മൾ മുള്ളിനെ എന്തെങ്കിലും തൊടുന്നു. അങ്ങനെ തൊടുമ്പോൾ നമ്മുടെ ഫിംഗർ ടിപ്സിന് അറിയാൻ പറ്റുന്നുണ്ട്, ഓക്കെ, എന്തോ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റിനെ നമ്മൾ തൊട്ടു, അത് സെൻസേഷൻ, അതാണ് ടച്ച്. ഇവിടെ നേരെ തിരിച്ച് നമ്മുടെ ചെവിക്ക് ഹിയർ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ചെവിക്ക് കേൾക്കുന്ന ആ ഒരു സെൻസേഷൻ, അതാണ് സൗണ്ട്. ഓക്കെ, സോ എല്ലാം നേരെ തിരിച്ച് പറയാം. കണ്ണ് കൊണ്ട് കാണുന്നു, ആ സെൻസേഷനാണ് സൈറ്റ്. അങ്ങനെ. അപ്പോൾ സൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? സൗണ്ട് എന്ന് വെച്ചാൽ അത് എനർജിയാണ്. സൗണ്ട് എന്ന് വെച്ചാൽ അതൊരു എനർജിയാണ്. സൗണ്ട് എനർജി. സോ ഞാൻ ഈ സംസാരിക്കുമ്പം സൗണ്ട് എനർജിയാണ് വെളിയിലേക്ക് വരുന്നത്. ആ എനർജിയാണ് എസ്റ്റലിൻ്റെ ചെവിയിൽ, ലാപ്പിലൂടെ വന്ന് ലാപ്പിൻ്റെ സ്പീക്കറിലൂടെ അത് പുറത്ത് വന്ന് എസ്റ്റലിൻ്റെ ചെവിയിൽ ഒരു സെൻസേഷൻ കൊടുക്കുന്നത്. ആ സെൻസേഷനെയാണ് നമ്മൾ സൗണ്ട് എന്ന് പറയുന്നത്. സൗണ്ട് എന്താണ്? ഒരു എനർജിയാണ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ, ഹൗ ഡു വി ഹിയർ സൗണ്ട്? നമ്മൾ എങ്ങനെയാണ് സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നത്? ഓക്കെ, എങ്ങനെയായിരിക്കും നമ്മൾ സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നത്? ആലോചിച്ച് നോക്കിയേ. സോ എന്തായാലും നമുക്കൊരു സോഴ്സ് കാണും അല്ലേ? അതായത് എവിടുന്നെങ്കിലും നമ്മൾ സൗണ്ട് കേൾക്കുന്നു. അതായത് ഇപ്പം എന്താ പറയുക, ജനഗണമന, ഓക്കെ, അസംബ്ലിക്ക് നിൽക്കുകയാണ്, അപ്പം നാഷണൽ ആന്തം ഇങ്ങനെ കേൾക്കുന്നു. അപ്പം നാഷണൽ ആന്തം എങ്ങനെയാണ്? സ്പീക്കർ സെറ്റ് ചെയ്യുന്ന, ഇത് സ്പീക്കറാണെന്ന് വിചാരിച്ചു, ഇങ്ങനെ ഒന്നല്ല ഇരിക്കുന്നത്, എങ്കിലും ഇതൊരു സ്പീക്കറാണ്. ഓക്കെ, എഴുതി വെക്കാം, അപ്പം കൺഫ്യൂഷൻ വരുത്തുള്ളൂ. എന്താണ്? തിരിച്ച് വരയ്ക്കുക, അതാണ് നല്ലത്. ഒരു സെക്കൻഡേ. സ്പീക്കർ ഇങ്ങനെയാണ്, ഇതൊരു സ്പീക്കറാണ്.
ഓക്കെ. സോ ദിസ് ഈസ് എ സ്പീക്കർ. സോ ഈ സ്പീക്കറിൽ നിന്നും എന്താ സംഭവം വരുന്നത്, വെളിയിലേക്ക് ഇങ്ങനെ സൗണ്ട് വേവ്സ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ. സോ ഇതാണ് ഈ സ്പീക്കറാണ് എന്തെന്ന് പറയുന്നത്, സോഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താ, സോഴ്സ് എന്ന് വെച്ചാൽ ആ എമിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ലൈറ്റിൻ്റെ കേസ് എടുത്താൽ ടോർച്ച് എന്താണ്, ഒരു ലൈറ്റിൻ്റെ സോഴ്സാണ്. ശരിയല്ലേ? CFL അല്ലെങ്കിൽ LED ബൾബ് ലൈറ്റിൻ്റെ സോഴ്സാണ്. ഇവിടുത്തെ കേസിൽ സ്പീക്കർ എന്തിൻ്റെ സോഴ്സാണ്, സൗണ്ടിൻ്റെ സോഴ്സാണ്. വേണമെങ്കിൽ അങ്ങനെ എഴുതിക്കുക, ഒരു സൗണ്ട് സോഴ്സാണ്, ഒരു സൗണ്ട് സോഴ്സാണ് സ്പീക്കർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ ത്രോട്ട് അല്ലെങ്കിൽ നമ്മുടെ വായ്, അത് എന്താണ്, ഒരു സൗണ്ടിൻ്റെ സോഴ്സാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ സൗണ്ടിനെ ഉണ്ടാക്കുകയല്ലേ. ഇപ്പോൾ എനിക്ക് ആ ഒരു കഴിവ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കത് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ സോഴ്സാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഐ ആം പ്രൊഡ്യൂസിങ് എ സൗണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പറയാം, എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് നമുക്ക് സോഴ്സ് അല്ലെ സൗണ്ട് സോഴ്സ് എന്ന് വിളിക്കാം. ശരി. ഇനി ആ സൗണ്ട് സോഴ്സ് എന്ത് ചെയ്യും, അത് ഇപ്പോൾ ഇവിടെ എയർ ആണ്, അപ്പോൾ എയറിലൂടെ ഇങ്ങനെ പോകും. എയറിലൂടെ ഇങ്ങനെ പോയി 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 എന്തിലൂടെ പോകുന്നു, ഒന്നുകൂടെ ഞാൻ പറയുന്നു, എയറിലൂടെ പോകുന്നു. എയർ എയർ എന്ന് വെച്ചാൽ ഇവിടുത്തെ കേസിൽ എന്താണ്, ഇതാണ് എയർ. സോ എയറിലൂടെയാണ് ഇതിങ്ങനെ പോകുന്നത്. എയർ എന്ന് വെച്ചാൽ ഇവിടുത്തെ കേസിൽ എന്താണ്, മീഡിയം. സോ എയർ എന്ന് വെച്ചാൽ മീഡിയമാണ്. അപ്പം സൗണ്ട് വേവ്സ് എന്ത് ചെയ്യും, ആദ്യം ഒരു സോഴ്സിൽ നിന്നും അത് വെളിയിൽ വരുന്നു, അവിടുന്ന് നേരെ അത് ഒരു മീഡിയത്തിലേക്ക് പോകുന്നു. സോ ഒരു മീഡിയം വേണം ഇൻ ഓർഡർ ഫോർ ദാറ്റ് സൗണ്ട് വേവ്സ് ടു ട്രാവൽ. സോ ഒരു സൗണ്ട് വേവിനോ അല്ലെങ്കിൽ എന്താണെങ്കിലും അത് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മീഡിയം അവിടെ കൂടിയേ തീരത്തുള്ളൂ. സോ അത്തരം ഒരു മീഡിയമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഇപ്പം എയർ ആണ് മീഡിയമായിട്ട് എടുത്തത്. ഇനി അതെന്താ ചെയ്യേണ്ടേ, ഇനി ഇതിങ്ങനെ സൗണ്ട് വേവ്സ് ഇങ്ങനെ പോവാം, ഇങ്ങനെ പൊക്കോണ്ടിരുന്നാൽ മതിയോ? അല്ല, സൗണ്ട് വേവ് ഇങ്ങനെ പോയി 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 ഇനി ഒരു സാധനം ഞാൻ വരയ്ക്കും. അതെന്താണെന്ന് പറഞ്ഞു തരണം കേട്ടോ. എൻ്റെ ആർട്ടിസ്റ്റിക് സ്കിൽ ഉണ്ട്. എന്താണ് ഞാൻ ഈ വരച്ചത്, വലിയ കുഴപ്പമില്ലല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലേ? ഓക്കെ. എന്താണിത്, ഇത് ഹ്യൂമൻ ഇയർ ആണ്, മനുഷ്യൻ്റെ ചെവി. സോ ഈ സൗണ്ട് വേവ്സ് വന്ന് എന്ത് ചെയ്യുന്നു, ഈ ചെവിയിൽ ഇങ്ങനെ വന്ന് വീഴുന്നു. ചെവിയിൽ ഇങ്ങനെ വീഴുമ്പോഴാണ് നമുക്ക് ആ സൗണ്ട് എന്ന ഒരു സെൻസേഷൻ അത് നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഓക്കെ. സോ എവിടെയാണോ ആരാണോ റിസീവ് ചെയ്യുന്നത് അവരെ നമ്മൾ റിസീവർ എന്ന് വിളിക്കുന്നു. സോ ഇതാണ് ഒരു സൗണ്ട് എങ്ങനെ ഉണ്ടാകുന്നു അല്ലെ, സൗണ്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത്. ആദ്യം ഒരു സോഴ്സ് വേണം സൗണ്ട് ഉണ്ടാക്കാനായിട്ട്. ആ സോഴ്സ് എന്ത് ചെയ്യുന്നു, അത് നേരെ ട്രാവൽ ചെയ്ത് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു മീഡിയത്തിൽ നിന്നും അത് ലാസ്റ്റിൽ റിസീവറിലേക്ക് പോകുന്നു. സോ ഇങ്ങനെയാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, ആദ്യം ഒരു സോഴ്സാണ് വേണ്ടത്. സോ സൗണ്ട് ആദ്യം ഒരു സോഴ്സ് വേണം ടു ക്രിയേറ്റ് ദ സൗണ്ട്. പിന്നീട് അത് ഒരു മീഡിയത്തിലൂടെ പോകുന്നു, ഒരു മീഡിയം വേണം. ഇനി മൂന്നാമത്തെ കേസിൽ നമുക്ക് ഒരു റിസീവറും വേണം. ഓക്കെ. സോ ഞാൻ വേറെ എക്സാമ്പിൾ പറയുകയാണ്. എന്താ പറയുക, സോ ഇതെന്താന്ന് പറയണേ, ഇത് ആക്ച്വലി ഇതെന്താ കാണുമ്പോൾ അറിയാം എന്താണിത്, ഫിഷാണ്. പക്ഷെ ഞാൻ ചിലപ്പോൾ പറയുന്നു ഇത് ഡോൾഫിൻ ആണെന്ന് പറയുന്നു. ഓക്കെ. ഡോൾഫിൻ ആണ്. ഡോൾഫിൻ എന്താണ്, ഡോൾഫിൻ ആക്ച്വലി സൗണ്ട് വേവ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഇതാണ് ഡോൾഫിൻ. ആൻഡ് ഡോൾഫിൻ എവിടെയൊക്കെയാണ് പോകുന്നത്, സൗണ്ട് വേവ്സിനെ ക്രിയേറ്റ് ചെയ്യാനേ. സോ ഡോൾഫിൻ ഇങ്ങനെ ഭയങ്കര സൗണ്ട് വേവ്സിനെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. ഈ സൗണ്ട് വേവ്സ് എവിടെ കൂടെ ആയിരിക്കും പോകുന്നത്, വെള്ളത്തിലൂടെ ആയിരിക്കും പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ മീഡിയം എന്ന് പറയുന്ന ആരാണ്, സോ ഇവിടെ മീഡിയം എന്ന് പറയുന്നത് ഇപ്പം വാട്ടറാണ്. ശരിയല്ലേ? സോ മീഡിയം ആരാണ്, വെള്ളമാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇനി ഈ സൗണ്ട് വേവ്സ് ഇങ്ങനെ പോയി 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 ദൈവമേ, വേറൊരു സാധനത്തെ ഞാൻ വരയ്ക്കാം, എന്താണെന്ന് കണ്ടുപിടിക്കുക. ഞാനതെങ്ങനെ വരയ്ക്കും, ഇങ്ങനൊരു സംഭവം. എന്താണ് എന്ന് മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ തന്നെയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഇത് ഹ്യൂമൻ ബീങ് ആണ്, അതിൽ കൺഫ്യൂഷൻ വേണ്ട. ഇനി ഞാനൊരു ഓക്സിജൻ ടാങ്ക് കൂടെ വരയ്ക്കാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. ഇത് ഓക്സിജൻ O2 ടാങ്ക്. ഓക്കെ. വായിലോട്ട് എന്തെങ്കിലും ട്യൂബൊക്കെ ഇട്ടോ. എന്താണ് ഞാൻ ഈ വരച്ച് വെച്ചേക്കുന്ന രൂപം, ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഡൈവറാണ്. ഒക്കെ മനസ്സിലായി കാണുമല്ലോ. ഓക്കെ. ഇത് അണ്ടർ വാട്ടർ ഡൈവറാണ്. സോ ഈ ഡൈവർ എന്ത് ചെയ്യും, ഈ സൗണ്ട് കേൾക്കും. ഓക്കെ. സൗണ്ട് വേവ്സ് ഇങ്ങനെ വരും. സോ ഡൈവറിൻ്റെ ചെവിയിലോട്ട് വന്ന് വീഴും. ഡൈവറിന് അത് കേൾക്കാനായിട്ട് സാധിക്കും. ഡൈവർ എന്താണ് ഇവിടെ, റിസീവറാണ്. സോ ഇവിടുത്തെ കേസ് നോക്കിയാൽ ഡോൾഫിൻ ആയിരുന്നു സോഴ്സ്, ശരിയല്ലേ? സോ ഡോൾഫിൻ ആണ് അവിടുത്തെ സോഴ്സ് എന്ന് പറയുന്നത്. മീഡിയം എന്തായിരുന്നു, വെള്ളമായിരുന്നു. റിസീവർ ആരായിരുന്നു, റിസീവർ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ ഒരു അണ്ടർ വാട്ടർ ഡൈവർ ആയിരുന്നു. ശരിയല്ലേ? വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം. ഞാനൊന്ന് ആലോചിച്ചോട്ടെ അടുത്ത എക്സാമ്പിൾ. സപ്പോസ് ഞാനിവിടെ ഒരു പിക്ചർ വരയ്ക്കാം, അത് കണ്ടിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയാം. സോ
ഇവിടെ ഇത് ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബസ്സാണെന്നൊക്കെ തോന്നും, പക്ഷേ അല്ല, ഒരു ട്രെയിനാണ്. വേണേൽ പഴയ ട്രെയിനാക്കാം. ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റീം ട്രെയിനുകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ട്രെയിനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ട്രെയിൻ ഇതിലൂടെ പോകും, റെയിൽവേ ട്രാക്കിലൂടെ ഇങ്ങനെ പോകും. ശരിയല്ലേ? ഓക്കെ, ഇത് റെയിൽവേ ട്രാക്കാണേ. സോ നമ്മൾ ഈ ട്രാക്ക് ഇങ്ങനെ അങ്ങ് നീണ്ടങ്ങ് പോവാം. ഇവിടെ തീരുന്നൊന്നുമില്ല, ഇങ്ങനെ നീണ്ടാണ് ഈ റെയിൽവേ ട്രാക്കും കാര്യങ്ങളും ഇങ്ങനെ പോകുന്നത്. ഓക്കെ, 2 ട്രാക്ക് കാണും. സോ റെയിൽവേ ട്രാക്ക് ഇങ്ങനെ പോകുന്നു, അതിലാണ് നമ്മുടെ ഈ ട്രെയിൻ ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി അങ്ങ് ദൂരെ ഒരാൾ ഇവിടെ ഇങ്ങനെ ചെവി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവമേ, ഞാനിങ്ങനെ വരയ്ക്കും ഇത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങനെ ഇവിടെ ആ ചെവിയെന്ന് വെച്ചോ, ചെവി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചുമ്മാ ഇങ്ങനെ കിടന്നത്. അപ്പോൾ അങ്ങനെ കിടന്ന സമയത്ത് പുള്ളിക്ക് എന്ത് തോന്നുന്നു? അപ്പം ഇത് ട്രെയിനല്ലേ, ഈ ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ട്രെയിനിൻ്റെ വീല് ഇങ്ങനെ ഒരയുന്ന സമയത്ത് ഒരു സൗണ്ടും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സൗണ്ട് വേവ് എന്ത് ചെയ്യും? സോ സോഴ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ കേസിൽ ആരാണ്? ഈ ട്രെയിനാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ആ സൗണ്ട് എന്ത് ചെയ്യും? സൗണ്ട് ഈ ഒരു റെയിലിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യും. സോ റെയിൽ എന്ന് വെച്ചാൽ എന്താണ്? മെറ്റലാണ്. സോ ഈ മെറ്റലിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് എവിടെ വരും? ഈ ആളുടെ ചെവിയിലേക്ക് എത്തും. പുള്ളി എന്ന് പറയുന്ന ആരാണ് ഇവിടെ? ഇവിടുത്തെ കേസിൽ റിസീവറാണ്. ശരിയല്ലേ? സോ ഇങ്ങനെയായിരിക്കും ഇത്തരം കേസിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ട്രെയിനാണ്. മീഡിയം എന്ന് പറയുന്ന ആരാണ്? ഇവിടുത്തെ കേസിൽ ഒരു മെറ്റലാണ്. ഓക്കെ, മീഡിയം ഒരു മെറ്റലായിരുന്നു. ആൻഡ് റിസീവർ അതാണ്ട് ഈ ഹ്യൂമൻ ആയിരുന്നു. അവിടെ റിസീവർ എന്ന് പറയുന്നത് ഹ്യൂമൻ ഇയർ ആയിരുന്നു ഇവിടെ റിസീവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓരോ കേസിലും മീഡിയം ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ എയർ ആയിരിക്കും, ചില കേസിൽ അത് ലിക്വിഡ് ഫോമിലായിരിക്കും, ചിലതിൽ സോളിഡ് ഫോമിലായിരിക്കും. സോ മീഡിയം അതിന് ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. സോഴ്സ് മാറാം, മീഡിയം മാറാം, അതേപോലെ റിസീവറും ആരാണെന്ന് വെച്ചാൽ അവരും മാറാം. ഓക്കെ, ഇനി കുറച്ച് എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ് നമ്പർ 1 ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, എല്ലാം ഞാൻ ഇന്ന് എൻ്റെ ആർട്ടിസ്റ്റിക് സ്കിൽസ് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം ഞാൻ ചിലപ്പോൾ ഇറക്കും. ഓക്കെ, ഇതൊരാളാണ്, സംശയമൊന്നുമില്ലല്ലോ. ഈ ആൾക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്. ഇതെന്താ ഞാൻ ഈ വരച്ചേക്കുന്നത്? അത് വായാണ്. ഓക്കെ, ഇനി ഈ പുള്ളി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിങ് എടുത്തു. ഓക്കെ, ഇതൊരു സ്ട്രിങ് ആണ്. സ്ട്രിങ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചേക്കുക. ഇനി പുള്ളി ഈ കൈ വെച്ച് അതിങ്ങനെ വലിച്ചു പിടിച്ചേക്കുക. മനസ്സിലായല്ലോ? ഇതാണ് കൈ. അപ്പോൾ ഈ കൈ വെച്ച് ഈ ഒരു സ്ട്രിങ് ഇങ്ങനെ വലിച്ചിങ്ങനെ പിടിച്ചു. ഓക്കെ, വലിച്ച് പിടിച്ചിട്ട് പുള്ളി ഈ രണ്ടാമത്തെ കൈ വെച്ച് ഇതിൻ്റെ ഒരു തട്ട് കൊടുത്തു. അങ്ങനെ തട്ട് കൊടുക്കുമ്പം എന്താ സംഭവിക്കുക? ഈ ഒരു സ്ട്രിങ്, തട്ട് കിട്ടിയ സ്ട്രിങ്ങിനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കാനായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ സ്ട്രിങ്. ഒരു തട്ട് കൊടുത്തപ്പം ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും അല്ലേ? അതെ, ഇങ്ങനെ മേലോട്ടും താഴോട്ടും നമുക്ക് നോക്കുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കാണാം. ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ അത് കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ശരിയല്ലേ? ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. കുറേ കഴിഞ്ഞ് സ്പീഡ് കുറഞ്ഞ് വന്ന് ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനാ ഈ ഒരു കാണുന്ന ഈ ഒരു പൊസിഷനിലേക്ക് വന്നെത്തിപ്പെടും. പക്ഷേ ആ സമയത്തും ഇതിങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് ശ്രദ്ധിച്ചാൽ എന്ത് കേൾക്കാം? സൗണ്ട് കേൾക്കാം. സോ ഈ വൈബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈബ്രേഷൻ ഓഫ് ഇതിപ്പോൾ റബ്ബറിൻ്റെ ആണെങ്കിൽ ഓഫ് എ റബ്ബർ സ്ട്രിങ്, vibration of a rubber string produces sound. സോ വൈബ്രേഷനും എന്ത് ചെയ്യാൻ കഴിവുണ്ട്? സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈവൻ വൈബ്രേഷൻസ് ഹാസ് ദി ടെൻഡൻസി ഓർ ഹാസ് ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് സൗണ്ട്. അതാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന നമുക്ക് മനസ്സിലായ ഒരു കാര്യം. സോ വൈബ്രേഷൻസിനും എന്തിനുള്ള കഴിവാണുള്ളത്? സൗണ്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സൗണ്ടുകളും കാര്യങ്ങളും ഉണ്ട്. ശരിയാ, കാരണം റിയൽ ലൈഫ് എന്തെങ്കിലും എക്സാമ്പിൾ പറയാമോ? എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വലിച്ച് നീട്ടി വെക്കുന്നു, എന്നിട്ട് നമ്മൾ അതിൻ്റെ അറ്റത്തിങ്ങനെ തൊടുന്ന സമയത്ത് ഇതിങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ആലോചിച്ച് നോക്ക്, റിയൽ ലൈഫ് ഏതെങ്കിലും എക്സാമ്പിളിൽ അല്ല ഏതെങ്കിലും സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടോ? ഒന്ന് ഞാനിവിടെ പറഞ്ഞു, റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ച് വെക്കുന്നു, തൊടുന്നു, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ റബ്ബർ തന്നെ എഴുതണമെന്നില്ല കേട്ടോ. നമ്മൾ എന്താണോ സ്ട്രിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇത് മെറ്റൽ സ്ട്രിങ് ആണെങ്കിൽ മെറ്റൽ സ്ട്രിങ് എന്താണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ആ ഒരു സംഭവം കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പക്ഷേ ഞാൻ ചോദിച്ചത് എനി റിയൽ ലൈഫ് എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു റിയൽ ലൈഫ് എക്സാമ്പിളോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രിങ് ഇങ്ങനെ വലിച്ച് നീട്ടി നല്ല ടൈറ്റായിട്ട് വെച്ചേക്കാണ്, എന്നിട്ട് അതിലിങ്ങനെ നമ്മൾ തൊടുന്ന സമയത്തേക്ക് എന്ത് സംഭവിക്കും? അവിടെ ഈ പറയുന്ന പോലെ സൗണ്ട്, ആ ഒരു സ്ട്രിങ് ഇങ്ങനെ സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത്തരം എന്തെങ്കിലും റിയൽ ലൈഫ് എക്സാമ്പിൾസ് ലിസ്റ്റ് ഡൗൺ ചെയ്യാനുണ്ടോ? വീഡിയോ പോസ് ചെയ്തിട്ട് ആലോചിക്കുക, എന്നിട്ട് ശരിയാണോ എന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ.